പശുക്കുടിയിൽ ജീർണവസ്ത്രമതിൽ പൊതിഞ്ഞ രൂപമത് ശിശുമശിഹ തന്നയാവോ നമസ്കാരം. ക്രൂശിൽ തിരുദേഹം സ്വയം യാഗമാക്കി ലോകരക്ഷ സാധിച്ചൊരു ധർമ്മനിധേ നമസ്കാരം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ശബ്ബത്തിൽ ജീവൻ രക്ഷിക്കുന്നത് മാത്രമേ അനുവദനീയമായിരുന്നു. മറ്റെല്ലാ സൗഖ്യമാക്കൽ ശുശ്രൂഷകളും അടുത്ത ദിവസം വരെ കാത്തിരിക്കണം. അതിനാൽ യേശു എന്ത് ചെയ്യുമെന്നറിയാൻ യഹൂദന്മാർ നോക്കിയിരുന്നു. യഹൂദ നിയമം അനുസരിച്ച് ശബ്ബത്ത് നിയമം ലംഘിക്കുന്നത് വളരെ ഗൗരവതരമായ ഒരു കുറ്റമായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന്റെ ശിക്ഷ മരണമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ആരാധനാലയത്തിൽ എത്തിയപ്പോൾ അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടു. ആ വരണ്ട കൈ ആ സിനഗോഗിലെ പരീശന്മാരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിരർത്ഥതയ്ക്ക് തന്നെ സാക്ഷിയായിരുന്നു. അവർക്ക് അവനെ ഒരു തരത്തിലും സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വരണ്ട കൈയുള്ള മനുഷ്യനെ ശബ്ബത്തിൽ സഹായിക്കുന്നതിന് യേശു തയ്യാറായി. എന്നാൽ അതേ ശബ്ബത്ത് ദിവസം യഹൂദന്മാർ യേശുവിനെ കൊല്ലുന്നതിനായി കൂട്ടം കൂടുകയായിരുന്നു. ശബ്ബത്തിൽ ഏത് ജോലിയാണ് വിഹിതം എന്ന് യേശു ചോദിക്കുന്നു. നിങ്ങളുടേതോ എന്റേതോ? യഹൂദന്മാർക്ക് ഉത്തരം മുട്ടി. യേശു അവന്റെ കൈ സുഖപ്പെടുത്തും. അവരുടെ കപടഭക്തിയെയും സ്നേഹക്കുറവിനെയും പുറത്തു കാണിച്ചു. പാപം നിമിത്തം മനുഷ്യന്റെ വികലമായ ചിന്തകൾ നമുക്ക് അനുദിനം വ്യക്തമായി കാണാൻ കഴിയും. മനുഷ്യന്റെ പാപത്തിനുള്ള ശിക്ഷ നരകമാണെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കും. ഈ നരകത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവന്റെ യാഗത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു, പാപങ്ങൾ മോചിക്കപ്പെടുന്നു. പാപം എന്ന രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാനുള്ള നല്ല ദിവസമാണ് ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം. ഇന്ന് തന്നെ നിങ്ങൾക്ക് രക്ഷ നൽകാൻ ദൈവമാകും. നിങ്ങൾ അതിന് തയ്യാറാണ്.